ഫ്രീഡം ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു ലൈറ്റ് വെയ്റ്റ് വീൽ ചെയർ പരിചയപ്പെടുത്തുകയാണ്. വളരെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനും നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള അതിനോടൊപ്പം തന്നെ വിലയും കുറഞ്ഞിട്ടുള്ള ഒരു വീൽ ചെയറാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ വീൽ ചെയറിൻ്റെ ഭാരം എന്ന് പറയുന്നത് 33 kg ആണ് കേട്ടോ. 33 kg ഭാരമുള്ള വീൽ ചെയർ കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ജോയിസ്റ്റിക്കിലേക്ക് വരികയാണെങ്കിൽ നോർമലി എല്ലാ വീൽ ചെയറിലും വരുന്ന പോലത്തെ ജോയിസ്റ്റിക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ പവർ ബട്ടണും അതുപോലെ തന്നെ ചെറിയൊരു ഹോൺ ബട്ടണും സ്പീഡ് പ്ലസും മൈനസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിംഗർ കൊണ്ട് ഒരു വിരലുകൊണ്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഈ വീൽ ചെയറിൻ്റെ ജോയിസ്റ്റിക്ക് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മളെ ആംബ്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ബാക്കിലേക്ക് ഇതേപോലെ 2 ആംബ്രസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് മാറ്റാം. ലെഫ്റ്റും റൈറ്റും ആംബ്രസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രൂപത്തിലാണ്. കാരണം പോലെ ക്ലിപ്പ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ 2 ആംബ്രസ്റ്റും നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് മാറാനൊക്കെ ഉള്ള സൗകര്യം ഈ വീൽ ചെയറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാനും പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതുപോലെ ജോയിസ്റ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നോർമലി ഇത് വരുമ്പം റൈറ്റ് ഹാൻഡിലാണ് ഉണ്ടാവുക. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റ് അടക്കെടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ 2 കൈയിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയർ ആണ് ഈ ഫ്രിഡോ എന്ന കമ്പനി ഇറക്കിയിട്ടുള്ള ഫ്രിഡോ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയർ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഫൂട്ട് റെസ്റ്റ് ജസ്റ്റ് ഇതിൽ ഫിക്സഡ് ഫൂട്ട് റെസ്റ്റ് ആണ്. വേണമെങ്കിൽ നമുക്കിവിടെ നെട്ടും ബോൾട്ട് ഊരി മാറ്റി കഴിഞ്ഞാൽ അത് ഊരി വെക്കാം. പക്ഷേ അത് ഊരി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റ് വരുന്ന ഭാഗം നമുക്കിങ്ങനെ മുകളിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ അകത്തേക്ക് വന്ന് കയറി ഇരിക്കുന്ന രൂപത്തിൽ ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ആക്കി വെക്കാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നെട്ടും ബോൾട്ട് കൊണ്ട് ഇത് ഊരി വെക്കേണ്ട ഒരു അവസരം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ വരുന്ന നെട്ടും ബോൾട്ട് ഊരി മാറ്റി കഴിഞ്ഞാൽ ഫൂട്ടസ് നമുക്ക് ഇത് റിമൂവ് ചെയ്ത് എടുക്കുകയും ചെയ്യാൻ പറ്റും. ആവശ്യം വരുന്നില്ല. അപ്പോൾ തന്നെ നമ്മളെ കാലുകൾ ബാക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫൂട്ട് ബെൽറ്റ് വന്നിട്ടുണ്ട്. ഈ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കാല് താഴേക്ക് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഒരിക്കലും പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബെൽറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ അപ്പോളിസ്റ്ററിലേക്ക് വരാം. നല്ല അടിപൊളിയായിട്ടുള്ള വെൽക്രൂളിൽ ചെയ്തിട്ടുള്ള അപ്പോളിസ്റ്ററിയാണ്. നമുക്ക് ഊരെടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള അപ്പോളിസ്റ്ററിയാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഫോമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അറ്റാച്ച് ചെയ്യാനോ ഡിറ്റാച്ച് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. നമുക്കിതിൽ വൃത്തിയോടൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് കഴുകാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റിൻ്റെ അപ്പോളിസ്റ്ററിയും നമുക്ക് ഇതേപോലെ വെൽക്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഊരി വെക്കാം, ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അടിപൊളി അപ്പോളിസ്റ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിതിങ്ങനെ റൗണ്ട് ചെയ്ത് കാണുന്ന സമയത്ത് ഫുൾ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല ബ്ലാക്കിലാവുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാനും വെക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. ഇത് 12 AH ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി വെച്ചിട്ട് 10 മുതൽ 15 കിലോമീറ്റർ വരെ ഉപയോഗിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഒരു 10 കിലോമീറ്റർ ദൂരം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ബാക്കിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആൻറ്റി ടിപ്പർ വന്നിട്ടുണ്ട്. റാമ്പും കാര്യങ്ങളൊക്കെ കയറുന്ന സമയത്ത് പരിധി വിട്ട് റാമ്പോ കയറുകയാണെങ്കിൽ ഇതിങ്ങനെ ആൻറ്റി ടിപ്പർ ബാക്കിലേക്ക് കുത്തിയിട്ട് മറിയാത്ത രൂപത്തിൽ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് ഇത് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കാരണം റാമ്പിൻ്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ ഒരടിക്ക് ഒരു 8 ഫീറ്റെങ്കിലും നീളം റാമ്പിന് വേണം മോട്ടോർ വീൽ ചെയറിന് വേണ്ടിയിട്ട്. അതിലും ഉയരം കൂടി റാമ്പ് കയറുമ്പോഴാണ് നമുക്ക് വീൽ ചെയറിൻ്റെ ഫ്രണ്ട് പൊങ്ങാനായിട്ട് ചാൻസ് ഉള്ളത്. അങ്ങനെ പൊങ്ങുകയാണെങ്കിൽ തന്നെ ഇത് ബാക്കിലേക്ക് മറിഞ്ഞു പോകാതെ ഈ ആൻറ്റി ടിപ്പറിൽ ഇങ്ങനെ കുത്തി നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത. ഇനി നമുക്കിതിൻ്റെ മോട്ടറിലേക്ക് വരാം. മോട്ടറിലേക്ക് വരുമ്പം ലെഫ്റ്റും റൈറ്റും 2 മോട്ടർ വന്നിട്ടുണ്ട്. 250 വാട്ട്സിൻ്റെ 250 വോൾട്ടിന് 2 മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ 250 വോൾട്ടിന് 2 മോട്ടർ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഉള്ള റോട്ടിലൂടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇത് വളരെ തിന്നായിട്ടുള്ള വീൽ ചെയർ ഉണ്ട്. നമുക്കിത് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വളരെ സുഖമായിട്ടുള്ള വീൽ ചെയറാണ്. മടക്കി കൊണ്ടുപോകാനൊക്കെ വളരെ സുഖമായിട്ടുള്ള വീൽ ചെയറാണ്. അതുകൊണ്ട് തന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ആ ഒരു രൂപത്തിലാണ്. അതുപോലെ തന്നെ ടയർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള ടയറാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന സൗകര്യത്തിലുള്ളൊരു ടയറാണ് ഇതിൽ വന്നത്. അതും ഫില്ലർ ടയറാണോ, പഞ്ചറാവുക അല്ലെങ്കിൽ നമുക്ക് എയർ അടിക്കേണ്ടതെന്ന് ആവശ്യമില്ല. ബ്ലാക്ക് കളർ ആവുകൊണ്ട് ഫുള്ളി കാണാനായിട്ട് നല്ല
ഭംഗിയാണ്, അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് മാനുവൽ മോഡൽ ഉപയോഗിക്കുമ്പോൾ ചെയ്യാനായിട്ടുള്ള ബ്രേക്ക് ഇതിൽ വന്നിട്ടുണ്ട്. കാരണം ഇതൊരിക്കലും ജോയ്സ്റ്റിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഓട്ടോമാറ്റിക് ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ജോയ്സ്റ്റിക്ക് ഓഫ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് ഇതിവിടെ മാനുവൽ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവുന്ന സിസ്റ്റത്തിലാണ് ഇതിൻ്റെ മോട്ടർ വന്നിട്ടുള്ളത്. ജോയ്സ്റ്റിക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ ഇതിന് ബ്രേക്ക് നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ബ്രേക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഫ്രെയിമിലേക്ക് നമുക്കൊന്ന് വരികയാണെങ്കിൽ നമുക്ക് മാനുവൽ മോഡൽ ഇപ്പോൾ ബൈസ്റ്റാൻഡർമായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാനായിട്ട് നല്ലൊരു നമുക്കിങ്ങനെ പിടിക്കാനായിട്ടുള്ളൊരു പിടുത്തം, പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു കുഷ്യനിങ് പിടുത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ശരിക്കും ഇതിലിങ്ങനെ ഹുക്ക് ചെയ്ത് വെച്ചേക്കാണ്. നോർമലി എല്ലാ വീൽ ചെയറിലും വരുന്ന പോലെ തന്നെ ഇവിടെ ഹുക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ മടക്കുന്ന സമയത്ത് ഈ ബാറ്ററി ഇവിടെ നിന്ന് ഊരിയെടുത്തിട്ട് വേണം നമുക്ക് മടക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിം ആണെങ്കിൽ നല്ല റൗണ്ട് പൈപ്പിലാണ് ഫുള്ളി ചെയ്തിട്ടുള്ളതും കാർബൺ സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പിടിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഇല്ല. നല്ല പൗഡർ കോട്ടിങ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ് കൊണ്ട് തന്നെ ഒരുപാട് കാലം ലൈഫ് കിട്ടുന്ന പെയിൻറ്റിങ്ങും ഫ്രെയിമും ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് വീലിലേക്ക് വരികയാണെങ്കിൽ 6 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീൽ വന്നിട്ടുണ്ട്. നല്ല ബെയറിംഗ് ക്വാളിറ്റി, നല്ല ബെയറിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്രണ്ട് വീലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വീൽ ചെയർ ആവുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള വീലുകളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോൾഡ് ചെയ്ത് നമുക്ക് വണ്ടിയിലൊക്കെ കയറ്റുമ്പോൾ വലിയ വൈഡനിങ് ഒന്നും വരാതെ തന്നെ ഈസി ആയിട്ട് മടക്കിയിട്ട് ചെറുതാക്കിയിട്ട് വളരെ തിന്നാക്കിയിട്ട് മടക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ചെറിയ വീലുകൾ കൊടുക്കാനായിട്ടുള്ള കാരണം. അതുപോലെ ഇതിൻ്റെ ജോയ്സ്റ്റിക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ അകലത്തിനനുസരിച്ച് ജോയ്സ്റ്റിക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ബാക്കിലേക്കാണെങ്കിൽ ബാക്കിലേക്ക് ഇത്രയും നീളത്തിൽ കൊടുത്തിട്ട് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ലോക്കായിട്ട് ഇവിടെ നിൽക്കുകയാണ് ചെയ്യണ്ടാവും. ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോയ്സ്റ്റിക്ക് എവിടെയും പോകത്തില്ല. അതുപോലെ തന്നെ ജോയ്സ്റ്റിക്കിൻ്റെ കേബിൾ ഹുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കേബിൾ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ കമ്പനിയുടെ ലോഗോ, ഫ്രിഡോ എന്ന് പറഞ്ഞിട്ട് ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡോ എന്ന കമ്പനിയാണ് ഇത് നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു 48,000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഒരു വീൽ ചെയർ ആണിത്. അപ്പോൾ ഈ കാണുന്ന വീൽ ചെയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയുണ്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി തരുന്നതാണ്. 1 വർഷത്തെ വാറണ്ടി കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഓൺസൈറ്റ് പാർട്സ് റീപ്ലേസ്മെൻറ്റ് സർവീസാണ് ചെയ്യുന്നത്. ഫ്രീഡം ലൈഫിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസെല്ലാം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തന്നെ ചെയ്തു തരും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആൾക്കാർ, വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീൽ ചെയർ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക, എങ്ങനെയാണ് അൺഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഫോൾഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മളതിൻ്റെ ബാറ്ററി ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനായിട്ട് ബാറ്ററിയിൽ 2 റബ്ബർ ബാൻഡ് വന്നിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി. ഇത് ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഇടാതെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട സാഹചര്യത്തിലാണെങ്കിൽ ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഊരി മാറ്റണം. അതിന് ശേഷം നമ്മളെ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുള്ള കണക്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു റെഡ് പിന്നുണ്ട് ഇതിനകത്ത്. ഈ റെഡ് പിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന പിന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം ബാറ്ററി ജസ്റ്റ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. ഈ ബാറ്ററി ഏകദേശം ഒരു 12 കിലോ വെയിറ്റ് ഉണ്ടാവും. കാരണം ഇത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ലിഥിയം അയൺ ബാറ്ററി ആയിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈസിൻ്റെ കൂടെ ഒരു 6000 രൂപയോളം ലിഥിയം ബാറ്ററി ആകുമ്പോൾ മാറ്റം വരും. പക്ഷേ ലിഥിയം ബാറ്ററി ആകുമ്പോൾ ഇത് ശരിക്കും ഒരു 12 kg വെയിറ്റ് ഉണ്ട്. ലിഥിയം ബാറ്ററി ആകുമ്പോൾ ഈ സെയിം ബോക്സിനകത്ത് ഒരു 2 kg വെയിറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററി എന്തായാലും ഒരു 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി മാറ്റേണ്ടി വരും. ലിഥിയം ബാറ്ററി ആകുമ്പം ഒരു 8 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലിഥിയം ബാറ്ററി വേണ്ടവർക്ക് ഓപ്ഷണലായിട്ട് അങ്ങനെ ചെയ്യാം. വിലയിൽ കുറച്ച് മാറ്റം വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചാർജ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഈ കോർണറിൽ ഒരു ടോപ്പ് വരുന്നുണ്ട്. ടോപ്പ് ഇതേപോലെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ ഹോളിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിന്നീട് കാണിക്കാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററി ഇങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാറ്ററി ഊരി മാറ്റി. ഇനി ബാറ്ററി വെക്കുന്ന ഒരു ബാർ ഇവിടെ വരുന്നുണ്ട്. ഈ ബാർ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് കണ്ടിട്ട് ജാമായിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് വീൽ ചെയർ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ശേഷം നമ്മളുടെ ഈ ബാക്ക് റെസ്റ്റ് ഉണ്ടല്ലോ, ബാക്ക് റെസ്റ്റിൻ്റെ ഇവിടെ ഒരു ക്ലിപ്പും ഇവിടെ ഒരു ക്ലിപ്പും വരുന്നുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ
ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ബാക്ക് റെസ്റ്റ് കൂടി നമുക്കിങ്ങനെ മടക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ മടക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ മടക്കാം. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് ഹൈറ്റ് കുറയും. ഏകദേശം ഈ ഒരു ഹൈറ്റിലുണ്ടായിരുന്ന സാധനം പകുതിയോളം ഹൈറ്റ് കുറയും. ഇത് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളെ ഇരിക്കുന്ന കുഷ്യനിലേക്ക് വരിക. അതിന് മുമ്പായിട്ട് നമ്മളെ ഫൂട്ട് റെസ്റ്റിൻ്റെ നമ്മൾ കാലിൻ്റെ പാദം ഒന്നിങ്ങനെ മുകളിലേക്ക് മടക്കി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ തമ്മിൽ ജാമാവും. ഇനി ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല. നമ്മളെ കുഷ്യൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും പിടിച്ചിട്ട് മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വലിക്കുക. ഇതിങ്ങനെ മുകളിലേക്ക് പിടിച്ച് നല്ല വലിക്കുക. എന്നിട്ട് ഇത് അടിയിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വലുപ്പമാണ് വരിക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കുഷ്യൻ ഇതിൽ ഇരുന്നുകൊണ്ടാണ് ഇതിങ്ങനെ തോന്നുന്നത്. നമുക്ക് കുഷ്യൻ ഒന്ന് ഊരി മാറ്റിയിട്ടൊന്ന് മടക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇത് നിവർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 2 ആംറെസ്റ്റിലും പിടിച്ചിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന കുഷ്യനിൽ പിടിച്ച് താഴേക്ക് ഇതേപോലെ താഴ്ത്തുക. അപ്പോൾ ഇത് ജസ്റ്റ് പോയിട്ട് നിവരും. ഇനി നമുക്കിതൊന്ന് നിർത്തിയിട്ട് നമ്മളെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ നമ്മളൊന്ന് ഊരിയെടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഈ കുഷ്യൻ വലിച്ചൂരി മാറ്റി, അതുപോലെ ഇരിക്കുന്ന സീറ്റിലെ കുഷ്യനും നമ്മൾ ഇതേപോലെ നമുക്ക് 2 കുഷ്യനും മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്ക് റെസ്റ്റ് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യാം. അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കൊന്ന് മടക്കി നോക്കാം. ഇനി മടക്കി നോക്കുമ്പം നല്ല സ്മൂത്തായിട്ട് കണ്ടോ. അപ്പോൾ വളരെ തിന്നായിട്ട് ഇത് മടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഏത് ചെറിയ കാറിൻ്റെ ഡിക്കിലും ഇത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ അത്രയും ചെറുതാക്കിയിട്ട് നമ്മളിത് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് യാത്രകളിൽ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററി ഊരി മാറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു 28 kg ഒക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെയിറ്റ് മാത്രമാണ് ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇപ്പം വീൽ ചെയർ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഫോൾഡ് ചെയ്താൽ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇത് തൂക്കി പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് തൂക്കി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് കുറഞ്ഞ വീൽ ചെയർ കൊണ്ട് തന്നെ ആർക്കും ഈസി ആയിട്ട് എടുത്തിട്ട് നമ്മൾ വണ്ടിയുടെ ഡിക്കിലേക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം. അൺഫോൾഡ് ചെയ്യാനായിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 2 ആംറെസ്റ്റിലും പിടിച്ചൊന്നിങ്ങനെ വലിക്കുക. ഇതേപോലെ വലിച്ചതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന കുഷ്യൻ്റെ പൈപ്പിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അതിൽ വന്നിട്ട് ഇത് ലോക്കാവും. അതാണ് അതിൻ്റെ കറക്റ്റ് പ്ലേസ് വരുന്നത്. അങ്ങനെ ലോക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് റെസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളിവിടെ കൊടുത്തിട്ട് ലോക്ക് ചെയ്യുക. ഇവിടെ കൊടുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് അൺഫോൾഡായി ഫുള്ളായിട്ട് നിവർന്നിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കുഷ്യൻസ് ഇരിക്കുന്ന ഭാഗത്തുള്ള കുഷ്യൻ നമ്മൾ ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ നമ്മളോട് കൊടുത്തിട്ട് വെൽക്രോ ആണ്, ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വീൽ ചെയർ കംപ്ലീറ്റ് അൺഫോൾഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാറ്ററി വെക്കുന്ന ബാറ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് താഴ്ത്തി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ബാറ്ററി എടുത്തിട്ട് ഈ ബാറ്ററിയുടെ ബാക്കിൽ ഇവിടെ 2 ഹുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാറിൽ ഇവിടെ ചെറിയ 2 ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് ആ ഹുക്ക് കറക്റ്റ് വരുന്ന രൂപത്തിൽ ഇത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ കൊണ്ടുപോയി കൊളുത്തി കഴിഞ്ഞാൽ അതവിടെ ഹുക്കായി. അതിൻ്റെ ശേഷം നമ്മൾ ആ നേരത്തെ അൺപ്ലഗ് ചെയ്തിട്ടുള്ള വയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. റെഡ് പിന്നുകൾ ഇവിടെ നമുക്ക് 2 റെഡ് പിന്ന് കാണാം. ഒന്ന് മെയിലും ഫീമെയിലും ആണ്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വീൽ ചെയർ ഓണാക്കിയിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. നമ്മൾ പവർ ഓണാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ മോട്ടർ മോഡിൽ വേണമെങ്കിൽ മോട്ടർ മോഡിൽ സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മാനുവൽ മോഡിൽ വേണമെങ്കിൽ ജസ്റ്റ് ജോയ്സ്റ്റിക്ക് ഓഫ് ചെയ്താൽ മാത്രം മതി. നമുക്ക് മാനുവൽ മോഡിൽ ഇതേപോലെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. മാനുവൽ മോഡിൽ തള്ളിക്കൊണ്ട് പോകുമ്പം ചെറിയൊരു ടൈറ്റ്നെസ് വരും, കാരണം അത് മോട്ടറിൻ്റെ ഒരു പിടുത്താണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് മാനുവൽ മോഡിൽ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. ജോയ്സ്റ്റിക്ക് ഓൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തള്ളിക്കൊണ്ടുപോകാൻ പറ്റില്ല, അത് ബ്രേക്കിലായിരിക്കും. ജോയ്സ്റ്റിക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മാനുവൽ മോഡിലും മോട്ടോർ മോഡിലും ഒരേ സമയത്ത് തന്നെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോട്ടറൈസ്ഡ് വീൽ ചെയർ ആണ്. അതിനോടൊപ്പം തന്നെ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വീൽ ചെയർ കൂടിയാണ് ഫ്രിഡോ എന്ന കമ്പനി നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് കേട്ടോ. ഇതിൻ്റെ പവർ ബട്ടണാണ്. ജസ്റ്റ് നമ്മളൊരു എപ്പോഴും ജോയ്സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ അമർത്തണം. ഇതുപോലെ അമർത്തി കഴിഞ്ഞാൽ
ഈ കാണുന്ന 3 യെല്ലോയും 2 ഗ്രീനും ഇപ്പോൾ ഫുൾ ചാർജാണ്. ഇനി നമുക്ക് ചാർജ് തീരുമ്പോൾ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഓഫായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഹോൺ ബട്ടണാണ്, ഒരു ചെറിയ സൗണ്ടിലുള്ള ഹോണാണ് ഉണ്ടാവുക. ഇത് പ്ലസ് മൈനസ് സ്പീഡ് ബട്ടണാണ് കണ്ടോ. മൈനസ് ചെയ്യുമ്പം ഓരോന്ന് ഇതിങ്ങനെ നമ്മളെ വണ്ടിൻ്റെ ഗിയർ മാറ്റും പോലെയാണ്, ചെറിയൊരു മാറ്റം നമ്മളുടെ സ്പീഡിൽ വരും. അപ്പോൾ തുടക്കത്തിലൊക്കെ ഓടിക്കുമ്പോൾ 1-ലിട്ട് ഓടിച്ചാൽ മതി, പിന്നെ നമുക്ക് പടിഞ്ഞതിന് ശേഷം നമ്മൾ 5-ലിട്ട് ഓടിക്കുക. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺട്രോളിങ്. ഇത് നമുക്കൊരു വിരലിൽ മതി, ജസ്റ്റ് ഒരു വിരലിൽ ഇങ്ങനെ അനക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് അനക്കി കഴിഞ്ഞാൽ തന്നെ മൂവ് ചെയ്യും. അപ്പം ബലത്തിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജോയ്സ്റ്റിക്ക് കൺട്രോളിൻ്റെ മുകളിൽ വെള്ളം ആവരുത് എന്നുള്ളതാണ്. വെള്ളം ഒക്കെ ഇതിന് അകത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് മൊബൈൽ ഫോണിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. ഇത് വാട്ടർ പ്രൂഫൊന്നും അല്ല. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറൊക്കെ ചുറ്റിയിട്ട് വാട്ടർ പ്രൂഫ് ആക്കാം. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ആവരുത്. വെള്ളമായി കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഭംഗിയുള്ള ഒരു അടിപൊളി മോട്ടറൈസ്ഡ് വീൽ ചെയർ ആണ് ഫ്രിഡോ ലൈറ്റ്. നമ്മൾ ഫ്രിഡോ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയറിലേക്ക് മാറിയിരുന്നു. ഇനി ഇതൊന്ന് ഓൺ ആക്കുകയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് കേട്ടോ. ഈ പവർ സ്വിച്ച് ജസ്റ്റ് നമുക്ക് ഈ ഫിംഗർ ഫുൾ വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ ഇത് ഓണാവും. ഇവിടെ 3 യെല്ലോ ലൈറ്റും 2 ഗ്രീൻ ലൈറ്റും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഹോൺ അടിക്കാനുള്ള ബട്ടൺ അവിടെ വരുന്നുണ്ട്. അതുപോലെ സ്പീഡ് പ്ലസും മൈനസും കാണുന്നുണ്ട്. ഇവിടെ 1, 2, 3, 4, 5 മോഡ് സ്പീഡ് വരുന്നുണ്ട്. ഈ 5 മോഡ് സ്പീഡിൽ നമുക്ക് 5 സ്പീഡ് മോഡിൽ ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റൊക്കെ ഓടിക്കുന്ന പോലെ എന്ത് ചെയ്യുക, ഫുള്ളി മൈനസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഓടിക്കുക. അതുപോലെ ചാർജ് ഫുള്ളാണെങ്കിൽ 3 യെല്ലോയും 2 ഗ്രീനും ഉണ്ടാവുക. ഇനി ചാർജ് കഴിയുമ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ ഓഫായി പോകും. അപ്പോൾ നമുക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഓണായിരിക്കുമ്പം ഈ ഒരു ഫിംഗർ വെച്ചുകൊണ്ട് ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുത്താൽ വീൽ ചെയർ ഫ്രണ്ടിലേക്ക് മൂവ് ആവും. അപ്പോൾ നമ്മൾ മാറിക്കാനായിട്ട് ആദ്യം ഇത് മാനുവലി ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് ഓട്ടോമാറ്റിക് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ജോയ്സ്റ്റിക്ക് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്. അപ്പോൾ നമ്മൾ മാനുവലി ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് മോട്ടോർ മോഡിലേക്കൊക്കെ ഓടിച്ചു പോകാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക, ബ്രേക്ക് അതായത് റിലീസ് ചെയ്യുക. 2 ബ്രേക്കും റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വിരൽ വെച്ചിട്ട് ആ വിരലിൽ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ അങ്ങോട്ട് വീൽ ചെയർ പോകും. അപ്പോൾ ഞാനിത് ഫ്രണ്ടിലേക്ക് കൊടുത്തു, അപ്പോൾ ഫ്രണ്ടിലേക്ക് മൂവ് ആവും. ബാക്കിലേക്ക് നേരെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് മൂവ് ആവും. അതുപോലെ തന്നെ നമുക്കിപ്പം ലെഫ്റ്റും റൈറ്റും, ഇപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് കൊടുത്തു, ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോവും. അതുപോലെ തന്നെ റൈറ്റിലേക്ക് കൊടുത്താൽ റൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയൊരു സ്പേസിലൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഫുള്ളായിട്ടുണ്ടോ ഇതേപോലെ ഇങ്ങനെ കറക്കി എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വീൽ ചെയറാണ്. ഈ പോലെ എങ്ങോട്ട് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ അത്യാവശ്യം സ്പീഡിലൊക്കെ ഇതിങ്ങനെ ഓടിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട രൂപത്തിലൊക്കെ ഇത് കറക്കിയിട്ട് ഇപ്പോൾ വേണ്ട സ്ഥലത്ത് കൂടെ ചെറിയൊരു ഗ്യാപ്പ് മതി ഇത് ഓടിക്കാനായിട്ടോ. ചെറിയൊരു ഗ്യാപ്പിലൂടെ തന്നെ ഓടിക്കാൻ പറ്റും, കാരണം അത്രയും ചെറിയ വീൽ ചെയറാണ്. ഇത് കാണുന്ന പോലെ നമുക്ക് ചെറിയ സ്പേസിലൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കി തിരിച്ചിട്ടൊക്കെ ഓടിക്കാൻ പറ്റും. കണ്ടോ, വളരെ സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ്. പിന്നെ ഇതിൻ്റെ കാര്യം ഇത് ചെറിയ വീൽ ചെയറാണ്, വെയ്റ്റ്ലെസ് വീൽ ചെയറാണ്. നമുക്ക് യാത്രകളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ വാങ്ങുന്ന ആൾക്കാരുടെ കൂടുതൽ ഉദ്ദേശം. അതുപോലെ തന്നെ വീടിനകത്ത് ഉപയോഗിക്കുക എന്നുള്ള, വീടിനകത്തൊക്കെ വളരെ ചെറിയ സ്പേസിൽ കൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇപ്പോൾ ഞാൻ കണ്ടോ ഒരു റൗണ്ട് കറക്കാനായിട്ട് എത്ര സ്ഥലമാണ് വേണ്ടതെന്നുള്ള ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഇതൊരു സൈഡിലേക്ക് മാത്രം പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും 360 ഡിഗ്രി കറക്കാനായിട്ട് ചെറിയൊരു സ്പേസ് മതി. കണ്ടോ, ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഇതേപോലെ കറക്കാൻ പറ്റും. കണ്ടോ, അതേപോലെ ഇങ്ങോട്ടും നമുക്ക് കറക്കാനായിട്ട് ചെറിയ സ്പേസ് മാത്രം മതി. അപ്പോൾ ഏത് ചെറിയ സ്പേസ് ആണെങ്കിലും അതിലൂടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണിത്. 24 വോൾട്ടിൻ്റെ 12H ചാർജറാണ്. നമുക്ക് ചാർജ് ഇതിൽ 2 രൂപത്തിൽ ചാർജ് ചെയ്യാം. നോർമൽ നമ്മൾ ബാറ്ററിയിലേക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ബാക്കിൽ ഇവിടെ ഒരു പിന്ന് വരുന്നുണ്ട്. ഈ പിന്നിലേക്ക് ഈ റൗണ്ട് പിന്ന് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റി വെക്കുക. അതിൻ്റെ ശേഷം ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു യെല്ലോ ലൈറ്റ് ഉണ്ടാവും. അത് ഗ്രീൻ ആവുന്നത് വരെയാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഗ്രീൻ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഉരുടുക, അല്ലെങ്കിൽ ഗ്രീനായിട്ട് പിന്നെയും നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബൾജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഇതിൽ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ എന്ത് ചെയ്യുക, ഇത് ഊരി ഫുൾ ചാർജ് ആയിട്ട് ഇത് ഊരിൻ്റെ ശേഷം ഈ ടോപ്പ് അടച്ചു വെക്കുക. ഇത് നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ബാറ്ററി ഇവിടുന്ന് ഊരി കൊണ്ടുപോയിട്ട് വീടിനകത്ത് വെച്ച് ചാർജ് ചെയ്യാം, അതിനും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പിൻ, ജോയ്സ്റ്റിക്കിൻ്റെ അടിവശത്തൊരു പിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പിന്ന് വരുന്നുണ്ട്, അങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ കുത്തിയിട്ട്
ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 രൂപത്തിലും നമുക്ക് ചാർജ് ചെയ്യാൻ എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും, അത് യെല്ലോ ആയിരിക്കും, അത് ഗ്രീൻ ആവുന്ന വരെയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ചാർജ് ചെയ്യാൻ പോകണം കേട്ടോ. അതായത് നമ്മൾ നല്ല ടൈറ്റുള്ളൊരു സോക്കറ്റിൽ ഇങ്ങനെ കുത്തി വെച്ചു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ജോയിസ്റ്റിക്കിലാണ് ചാർജ് ചെയ്യുന്നത്, ബാറ്ററിയിൽ വേണമെങ്കിൽ അവിടെയും ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ജോയിസ്റ്റിക്കിലേക്ക് പ്ലഗ് ചെയ്തു. അതിൻ്റെ ശേഷം നമ്മളെ പവർ സ്വിച്ച് ഓൺ ചെയ്തു. പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ യെല്ലോ ലൈറ്റ് വന്നു കേട്ടോ. ഈ ലൈറ്റിന് എന്ത് ചെയ്യും, ഗ്രീൻ കളറാവും. അതുവരെയാണ് ഫുൾ ചാർജിനായിട്ട് കുത്തി വെക്കണം. ഇവിടെ ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നോർമലി അങ്ങനെ ബാറ്ററിയിലേക്ക് ചാർജ് ആവും. ബാറ്ററി കണക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാറ്ററിയിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി കണക്റ്റ് അല്ലെങ്കിലും ചാർജ് ആവും. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ഇത് കൂളിംഗ് ഫാനാണ്. ഇതിങ്ങനെ കറങ്ങുന്ന ചെറിയൊരു സൗണ്ടൊക്കെ പുറത്തേക്ക് വരും. ഇത് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വിഷയമാക്കണ്ട. ചാർജ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആദ്യം പ്ലഗ് ഓഫ് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ ഇവിടുന്ന് പിന്നെ ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി. അങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടൊന്നും ഊരുക. ഷെയ്ക്ക് ചെയ്ത് ഊരി കഴിഞ്ഞാൽ പിന്നിൻ്റെ അകത്തുള്ള കംപ്ലയിൻറ്റ് വരും. അപ്പം അങ്ങനെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിയിലൊക്കെ പ്രശ്നം വരും. അപ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന വീൽ ചെയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രീഡം ലൈഫിലൂടെ ഇന്ന് പരിചയപ്പെടുത്തിയത് ഫ്രിഡോ എന്ന കമ്പനി ഇറക്കിയിട്ടുള്ള വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വീൽ ചെയറാണ്. അപ്പോൾ ഈ വീൽ ചെയറിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായിട്ട് പങ്കുവച്ചു. നിങ്ങൾക്ക് ഈ വീൽ ചെയറിൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിട്ടെത്തിക്കുക. വീട്ടിൽ പ്രായമായിട്ട് നടക്കാൻ പറ്റാത്ത ആളുകൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പല പ്രശ്നം കൊണ്ട് നടക്കാൻ പറ്റാതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് മൂവിങ് സാധ്യമാക്കുന്ന മോട്ടറൈസ്ഡ് വീൽ ചെയറാണ്. ഒരു വിരലനക്കിക്കൊണ്ട് മാത്രം നമുക്ക് വളരെ ചെറിയ ഡോറിൻ്റെ അകത്തൂടെയൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, വലിയ വീതിയൊന്നുമില്ലാത്ത, വലിയ വലിപ്പമില്ലാത്ത, അതിനോടൊപ്പം തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വീൽ ചെയറാണ് ഫ്രിഡോ നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 48,000 രൂപക്ക് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി കിട്ടുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ 1 വർഷം ഓൺസൈറ്റ് സർവീസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ക്വാളിറ്റി വീൽ ചെയർ ആണ് ഫ്രീഡോ നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീൽ ചെയർ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഫ്രീഡം ലൈഫിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരും. അതുപോലെ തന്നെ ഒരാഴ്ചയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീൽ ചെയർ സംബന്ധമായിട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഫ്രീഡം ലൈഫിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീൽ ചെയർ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ, വീഡിയോ കണ്ട ആളുകളൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഷെയറിംഗ് ആണ് നമ്മളുടെ വിജയം. നിങ്ങളുടെ വീൽ ചെയറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ വീഡിയോയും നിങ്ങൾ ഷെയർ ചെയ്ത് കാണുന്നതുകൊണ്ടാണ് നമുക്ക് വിജയം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.